വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം. പേരെടുത്ത് പറയുന്നില്ല, സമയം സേവിക്കുന്നില്ല. ഒരു ദീർഘമായ പ്രഭാഷണം നടത്താൻ ഉള്ള സമയമില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ചട്ടമ്പി സ്വാമി തിരുവടികൾ പകലിട്ട പാതയിലൂടെയാണ് എനിക്ക് വളരാൻ അവസരം വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മനാഭൻ വൈദ്യൻ എൻ്റെ അപ്പൂപ്പനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഇട്ടത് സ്വാമി. അത് രസകരമായൊരു കാര്യമാണ്. അങ്ങോട്ട് കടക്കാൻ പറ്റുമോ സമയമില്ലാത്തതുകൊണ്ട് ദീർഘമായിട്ട് പോകാൻ പ്രയാസം. അച്ഛൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ സ്വാമി വീട്ടിലേക്ക് വന്നു. അപ്പോൾ 28 ഘട്ടമാണല്ലോ, പേരിടണം. അപ്പോൾ അപ്പൂപ്പൻ ഒരു പേര് നിശ്ചയിച്ച് വെച്ചിരുന്നു. സ്വാമിയും വന്നു. അപ്പോൾ സ്വാമിയുടെ അടുത്ത് ചോദിക്കാം നമുക്ക് എന്ത് പേരാണ് ഇടേണ്ടത് എന്ന്. അപ്പോൾ ബ്രദേഴ്സ് എല്ലാവരും പറഞ്ഞു, അതിപ്പോൾ ബ്രദർ പറയുന്ന ആ പേര് തന്നെ ആയിരിക്കും സ്വാമി ഇട്ടോളാൻ പറയുന്നത്, സ്വാമി പ്രത്യേക പേരൊന്നും പറയില്ല എന്ന് പറയും. അപ്പോൾ ഒരു നിലവിളക്ക് ഇതുപോലെ കത്തിച്ച് വെച്ചിരുന്ന നിലവിളക്കിൻ്റെ അടിയിലേക്ക് പേര് പത്മനാഭൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പേര് എഴുതിയ വിളക്കിൻ്റെ അടിയിൽ വയ്ക്കാൻ പറഞ്ഞു. ഞാനും എഴുതി വയ്ക്കാം. അപ്പോൾ സ്വാമി ഒരു കടലാസ് കൊണ്ടിൽ സ്വാമി ഒരു പേരെഴുതി വിളക്കിൻ്റെ അടിയിൽ വെച്ചു. നിങ്ങളുടെയൊക്കെ സംശയം മാറ്റാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എടുത്തു നോക്കാൻ പറഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ രണ്ടും പുരുഷോത്തമനെന്നായിരുന്നു. സ്വാമിയുടെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഞാൻ കുട്ടിക്കാലത്ത് കേൾക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു സംഭവങ്ങൾ കുട്ടിക്കാലം മുതലേ പറഞ്ഞ് കേട്ട് ആണ് ഞാൻ വളർന്നത്. ഒരിക്കലും എനിക്കിതുപോലെ തീപ്പൊള്ളലേറ്റു. ഞാൻ കിടക്കുക 45-50 ദിവസം സ്കൂളിലൊന്നും പോകാൻ കഴിയാതെ ഏതാണ്ട് വലിയ അപകടകരമായൊരു നിലയിൽ ഞാൻ കിടക്കുക. ആ സന്ദർഭത്തിലാണ് സ്വാമികളുടെ 50ാം വാർഷികത്തിൻ്റെ ഒരു സ്മരണിക വീട്ടിലുണ്ടായിരുന്നത് ഞാൻ എടുത്ത് വായിക്കാൻ ഇടയായി. അത് വളരെ ഡീപ്പായിട്ട് വായിക്കാൻ തീരെ അവസരത്തിൽ കിടക്കുക. അങ്ങനെ അന്നുണ്ടായ ആ ഒരു വലിയ പ്രചോദനം അച്ഛൻ്റെ അമ്മയും അപ്പൂപ്പൻ്റെ കഥകളും ഒക്കെ കൊണ്ടാണ് എന്നെ ഈ വഴിയിലേക്ക് കമ്മിറ്റ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അക്കാലം മുതൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അറിയാൻ വീട്ടിലും കുടുംബത്തിലും പിന്നെ വളരെക്കാട് പല ഫാമിലികളിലും ചട്ടമ്പി സ്വാമികൾ സ്ഥിരമായി പോവുകയും സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള അത് ഒരു വീടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാമിയെക്കുറിച്ചുള്ള കഥകൾ ആണ് എൻ്റെ കുട്ടിക്കാലത്ത് ഈ കഥകളായിട്ട് ഞാൻ കേട്ട് പഠിച്ചത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് മാറി ജീവിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും പറ്റില്ല. ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് എൻ്റെ ആധ്യാത്മിക അന്വേഷണം തുടങ്ങുന്നത്. പിന്നെ എൻ്റെ കഥകളെക്കുറിച്ച് വിശാലമായിട്ട് ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും പ്രൈവറ്റ് സെഷനിൽ നമ്മൾ കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശാലമായി സംസാരിക്കുകയും ചെയ്യാം. ഒരു കാര്യം എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്വാമി തിരുവടികൾ എവിടെയാണ് നിന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു അതികായനായി അമാനുഷനായി നമ്മൾ കാണുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യേണ്ടത് എന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എത്രയോ മഹാരഥന്മാർ ഈ വഴിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മഹാഗുരുക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു മഹാചൈതന്യം ഒരഹങ്കാരവുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച് വളർന്ന്
വന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ജീവിക്കുകയാണ്. വലിയ ക്രൗഡൊന്നും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം പോകുന്ന സ്ഥലത്ത് അവിടെ താമസിക്കുകയും അദ്ദേഹത്തിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള സുഹൃത്തുക്കൾ അവിടെ ഒത്തുകൂടുകയും ഒക്കെ ചെയ്യുക പതിവായിരുന്നു എല്ലായിടത്തും, സ്വാമി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സദസ്സുകളിലൂടെയാണ് സ്വാമി അദ്ദേഹത്തിൻ്റെ വിലമതിക്കാനാവാത്ത ഈ വിദ്യ പകർന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നത് എൻ്റെ ഒരു ജീവിത ഉദ്ദേശം പോലെ ഞാൻ എടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ ജീവകാരുണ്യം എന്നതിന് ഒരു വലിയ പ്രാധാന്യം വരുന്നത് എന്നത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഉൽപ്പത്തിയാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഏതോ ഒരു മഹാശൂന്യതയിൽ നിന്ന് എങ്ങനെയോ ഉണ്ടായ ഈ പ്രകൃതി എന്ന് വെച്ചാൽ യൂണിവേഴ്സിൽ, ഇങ്ങനെ ഭൂമി പോലൊരു കൊച്ചു ഗോളത്തിൽ ഈ ജീവൻ ഉണ്ടാകാൻ ഇടയായി. മറ്റ് പല സ്ഥലങ്ങളിലും ഇതുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ സസ്യജാലങ്ങളുണ്ടായി, ചെറിയ ചെറിയ ഓർഗാനിസംസ് ഉണ്ടായി, സസ്യജാലങ്ങളുണ്ടായി, പിന്നെ ജന്തുക്കളുണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ജന്തുക്കളും അവസാനം മനുഷ്യനും ഉണ്ടായി എന്നാണ് എവല്യൂഷനും മറ്റും പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ പറഞ്ഞിട്ട് ജനിച്ചവരൊന്നും അല്ല നമ്മൾ. അങ്ങനെയും ഒരു ചിന്താപദ്ധതി ഉണ്ട്. അങ്ങനെ ഏതോ കാരുണ്യം കൊണ്ട് ഇവിടെ ശരീരം എടുക്കാൻ ഒരു അവസരമുണ്ടാകുകയും ആ ശരീരം എടുത്തതിലൂടെ നമുക്ക് കരഗതമായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാനുള്ള അപാരമായ ഒരു സാധ്യത നമ്മുടെ മുമ്പിലേക്ക് തുറന്നിടപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ ജീവിതത്തിൻ്റെ പ്രധാന പ്രസക്തി എന്ന് പറയുന്നത്. അതല്ലാതെ എന്ത് പാണ്ഡിത്യമാണ് നമ്മൾ ഉണ്ടാക്കിയത്, എന്ത് ധനമാണ് നമ്മൾ ഉണ്ടാക്കിയത്, എന്ത് സ്ഥാപന ജംഗമ കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ പൊരുൾ എന്ന് കണ്ട മഹാനുഭാവന്മാരായ ഒരുപാട് ഗുരുക്കന്മാർ നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാഗുരുവാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഇത് ഞാൻ കണ്ട് കേട്ടും അത് കാണാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല, കേട്ട് വളർന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മഹാശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉൽപ്പത്തിയായി. അത് ഉൽപ്പത്തിയാകുന്നത് സാംഖ്യശാസ്ത്രം പ്രകാരം പറയുന്നത് സത്വരജ തമോ ഗുണങ്ങളിലൂടെയാണ് ഈ പ്രകൃതി ഉൽപ്പത്തിയായത് എന്നാണ് കാണുന്നത്. ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ ചേർന്ന സത്വഗുണവും, പാഷൻ ആൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന രജോ ഗുണവും, പിന്നെ ലെഥാർജി, സ്ലീപ്പ്, ഡാർക്ക്നെസ്, ഇഗ്നറൻസ് എന്ന് പറയുന്ന തമോ ഗുണവും ആണ് ക്രമമായി പടിപടിയായി മാറി വന്നിട്ട് അതിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ഉൽപ്പത്തിയായെന്നും പഞ്ചഭൂതങ്ങളിൽ നിന്ന് മനസ്സുണ്ടായെന്നും ഒക്കെയാണ് നമ്മുടെ സാഖ്യശാസ്ത്രം വായിച്ചാൽ മനസ്സിലാവുന്നത്. ഇങ്ങനെ ഉൽപ്പത്തിയായ ഈ ജന്തുലോകം, അതിൽ പ്രത്യേകിച്ചും മനുഷ്യൻ, ഒരു പ്രത്യേക വിവേക ബുദ്ധി മനുഷ്യരിൽ ഉണ്ടാകാനിടയായി. മറ്റ് ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിൽ വന്ന ഈ വിവേക ബുദ്ധിയാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്നും മറ്റൊന്നാക്കി നിലനിർത്തിയിരിക്കുന്നത്. അതാ ഈ വിവേകബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഉള്ള ഒരു പ്രത്യേക ബുദ്ധിയാണ്. എല്ലാ ജന്തുക്കളും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടേതായ രീതിയിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ആഹാര സമ്പാദനം നടത്തുകയും അത് ജീവിക്കുകയും പ്രജനനം നടത്തുകയും ഒക്കെ ചെയ്തിവിടെ ജീവിച്ചു. എന്നാൽ മനുഷ്യനുണ്ടായപ്പോൾ മനുഷ്യന് തിരിഞ്ഞു നോക്കാനുള്ള, ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു അപാരമായ സാധ്യത ഈ ഇൻ്റലിജൻസ് നമ്മളിലേക്ക് വെച്ചു. ഇതാണ് നമ്മളെ മറ്റൊരു ജന്തുവിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഈ വിവേകബുദ്ധി, അതായത് തിരിഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാനും ഞാൻ ആരാണ് എന്നറിയാനും ഉള്ള ഈ വിവേകബുദ്ധി നമ്മൾ സാധാരണയായി എടുത്തുപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്.
ഇത് നാം എടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മനുഷ്യഗണത്തിൽ നമ്മളെ പെടുത്താൻ പാടില്ല. മനുഷ്യൻ്റെ രൂപം ഉണ്ട് എന്നല്ലാതെ ഒരു മനുഷ്യനായി നാം ജീവിക്കുന്നു എന്ന് പറയാനാകില്ല. ഇതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. എല്ലാ മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയും വളരെ പോസസീവായിരിക്കുകയും വളരെ ജലസായിരിക്കുകയും ഒക്കെ ചെയ്ത് അക്വിസിറ്റീവ്നെസ് നമ്മൾ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജന്തുവായി മനുഷ്യൻ അധപ്പതിച്ചു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഈ ലോകത്തിൽ നമ്മൾ ഐസൊലേറ്റഡ് ആകുമെന്നും നമ്മൾ ഒറ്റപ്പെടുമെന്നും നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊണ്ടെത്തിക്കാൻ കഴിയുകയില്ല എന്നും ഉറച്ച് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു മഹാനുഭാവനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രളംബത എന്നോണമാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ നിരൂപണം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഒന്ന് നോക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് നമ്മളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നത്? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം. പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമൊക്കെ നമുക്കുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പുറം ലോകത്തേക്ക് കാണുകയും ഈ പുറം ലോകത്തുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും എടുത്ത ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ട്. അത് മനസ്സെന്നാണ്. അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് വെച്ചിട്ട് അനലൈസ് ചെയ്യുകയും ആ അനലൈസ് ചെയ്ത കാര്യങ്ങളിൽ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലിജൻസ് വന്ന് അതിൽ പ്രവർത്തിച്ചിട്ട് ഏത് ശരി ഏത് തെറ്റ് എന്ന് കാണിക്കുകയും ചെയ്യുക. അതിനെ ബുദ്ധി എന്ന് പറയും. ഇങ്ങനെ ഏത് ശരി ഏത് തെറ്റ് ഏത് നല്ലത് ഏത് ചീത്ത എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഒരു നല്ല മനുഷ്യനായി ഇവിടെ ജീവിക്കാൻ ഒരവസരം നമുക്കുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ അന്തസംഘർഷങ്ങൾ മിനിമം ലെവലിലേക്ക് ഇറങ്ങി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയുമായി സംവദിക്കുന്ന നേരത്ത് നമ്മൾ ഈ ഒരു സ്നേഹശൂന്യനായ ഒരു വ്യക്തിയായി ഈ പ്രകൃതിയുമായി ഇടപെടും. അങ്ങനെ ഇടപെട്ടാൽ അതിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സർവ്വസ്ഥലത്ത് ആളുകൾ തമ്മിൽ മത്സരിച്ചും അടിപിടി കൂടിയും വാറിൽ അകപ്പെട്ട് എത്രയോ മനുഷ്യരെ കൊന്നും തള്ളുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നത്. നമുക്കൊരു മഹാഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെയും തൂക്കി പേരൻസ് ഓടുന്നു, കുട്ടികൾ അഗതികളാകുന്നു. അവരേതൊക്കെയോ സ്ഥലങ്ങളിലേക്ക് ജീവനും ആഹാരത്തിനും വേണ്ടി അലഞ്ഞു തിരിയുന്നു. ആ പ്രയാണത്തിൽ വധിക്കപ്പെടുന്നു. ജീവകാരുണ്യം പ്രധാനമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കണം, ഇത് എവിടെ നിന്നാണ് നമുക്കിതുണ്ടാക്കാൻ കഴിയുക, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയി. ഈ മനുഷ്യരാശി ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. പേപ്പർ എടുത്താൽ ടെലിവിഷൻ തുറന്നാൽ ഇത് മാത്രമാണിപ്പോൾ കാണുന്നത്. ഇത്രയും ക്രൂരമായി അന്യോന്യം മനുഷ്യർ തമ്മിൽ വെട്ടി ഒന്ന് നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമ്മൾ ഈ പറയുന്ന മഹാനുഭാവനായ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ടീച്ചിങ്ങിലേക്ക് ഒന്ന് കണ്ണോടിക്കാനും അതിനെ അതേപടി മനസ്സിലാക്കാനും ശ്രമിക്കാത്തിടത്തോളം നമുക്ക് ഭാവിയില്ല എന്നാണ് ഞാൻ കാണുന്നത്. മനുഷ്യകുലം മുടിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണിപ്പോൾ. അത് ചെയ്യാത്തിടത്തോളം നമുക്ക് മനസ്സിലാവില്ല എന്താണ് സ്നേഹം എന്ന് നമുക്ക് അറിയാൻ വയ്യ. എന്താണ്, നിങ്ങൾ എന്തെങ്കിലും തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളൊന്നും തന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വിരോധിയാകുന്നു, നിങ്ങളുടെ സ്ഥലം ഞാൻ വെട്ടിപ്പിടിക്കുന്നു, അത് നിങ്ങൾ തന്നിട്ട് പോയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു തള്ളുന്നു. ഈ ഒരു രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ആഗോള വ്യാപകമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വാമിയുടെ പുസ്തകത്തിന്, സ്വാമിയുടെ ടീച്ചിങ്സിന്, സ്വാമിയുടെ ജീവിത പദ്ധതിക്ക് ഒരു അപാരമായ പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൂജാതി കർമ്മങ്ങളിലോ മറ്റ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലോ നാം ഒതുക്കിക്കളയരുത്. അതിനപ്പുറം വിശാലമായ ഒരു സ്ഥലത്തേക്ക് നാം ഇറങ്ങുകയും നമ്മളെ തന്നെ നോക്കുകയും എന്താണ് എന്നെ ഇതിൽ നിന്ന് പ്രതിരോധിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് നാം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
ഈ കാര്യം നമുക്ക് പുറത്ത് പേപ്പറിൽ വായിച്ചാൽ നമ്മുടെ ക്വാളിറ്റിയിൽ, നമ്മുടെ ക്യാരക്ടറിൽ ഇത് വരുമോ? എന്തുകൊണ്ട് ഇത് നമ്മുടെ ക്യാരക്ടറിൽ വരുന്നില്ല? ഈ സ്നേഹം, ഈ കാരുണ്യം, ഈ കമ്പാഷൻ, ഈ എംപതി, ഇന്നസെൻസ്, ജനറോസിറ്റി, സ്നേഹം എന്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും അത് കാണുന്നില്ല എന്നത് മടങ്ങി ഒന്ന് നോക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ പോയിൻ്റാണ്, ഇത്രയും ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്. ഇതുകൊണ്ട് നാം നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഉള്ള കാലം വൈകിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ഭൂമിയെയും ഈ പ്രകൃതിയെയും ഇവിടെയുള്ള സർവ്വചരാചരങ്ങളെയും നശിപ്പിച്ചിട്ട് പോകുന്ന ഒരു രാക്ഷസീയമായ വർഗമായി മനുഷ്യൻ മാറും എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സ്വാമികളുടെ പ്രസക്തി, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ പ്രസക്തി എന്ന് കാണേണ്ടിയോ. ഇതെങ്ങനെ കാണാം? മടങ്ങി നമ്മുടെ ഉള്ളിലേക്ക്, ഇതാണ് എൻ്റെ സന്ദേശം, നമ്മുടെ ഉള്ളിലേക്ക് മടങ്ങി നോക്കുക. കുറച്ച് നേരം സ്വസ്ഥമായി ഇരിക്കുക എവിടെയെങ്കിലും, എന്നിട്ട് കണ്ണൊന്ന് അടയ്ക്കുക. ശരീരം മുഴുവൻ കാല് മുതൽ തല വരെ റിലാക്സ് ചെയ്യുക. സജസ്റ്റ് ചെയ്യുക, റിലാക്സ് യുവർ ടോസ്, റിലാക്സ് യുവർ ആങ്കിൾസ്, റിലാക്സ് യുവർ കാഫ്സ്. അങ്ങനെ ശരീരം മൊത്തത്തിൽ റിലാക്സ് ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് ദീർഘമായി ശ്വാസം വലിച്ച് വിട്ടിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ശ്വാസം നാസാദ്വാരങ്ങളിൽ എങ്ങനെ തട്ടിപ്പോകുന്നു എന്ന് നോക്കുക. അതകത്തേക്ക് എവിടേക്കാണ് ഇത് ഇറങ്ങിപ്പോകുന്നത് എന്ന് നോക്കുക. അപ്പോൾ അതകത്തേക്ക് പോകുന്നതായിട്ട് അറിയാം. അകത്ത് ചെന്ന ശ്വാസം ഒരല്പ ഇടവേളയ്ക്ക് ശേഷം ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായി നോക്കിയാൽ അനുഭവപ്പെടും. അപ്പോൾ ഇത് അകത്തോട്ട് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. പോകുന്നതിനിടയ്ക്ക് ഒരു ഇടവേളയുണ്ട്. അകത്തോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ഇടവേളയും പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞിട്ട് ഒരു ഇടവേളയുമുണ്ട്. ഇതിനെ കുംഭകങ്ങൾ എന്ന് യോഗത്തിൽ പറയും. ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങൾ നമ്മുടെ ശ്വാസത്തിലുണ്ട്. ഈ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയേ പറ്റൂ. പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ചടുത്ത ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചെറിയൊരു നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ജീവിതം വെച്ചിട്ട് ഈ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ച് കളയാം എന്ന് ഈ ശരീരത്തിനും ഈ ജീവനും അധികാരിയല്ലാത്ത നാം തീരുമാനിച്ച് ലോകത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നതാണ് സ്വാമികളുടെ ചിന്താപദ്ധതിയുടെ മൂല്യം തെളിയിക്കുന്ന ഒരു ഘടകം. ഇത് ഉള്ളിലേക്ക് നോക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നോക്കണം. ശ്വാസം കാണും. ഈ ശ്വാസം നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ചെന്നിട്ട് അവിടെ നിന്ന് കാപ്പിലറീസ് വഴി ഇതിനെ അവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് ഇതിനകത്തുള്ള പ്രാണവായുവിനെ അബ്സോർബ് ചെയ്ത് ഇത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഇത് വിടുകയും ആ കോശത്തിനകത്തിരിക്കുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ഈ പറയുന്ന വിസ്ഫോടനം നടത്തുകയും അതിൻ്റെ ഫലമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യപ്പെടുന്നു. ഈ ഊർജ്ജത്തിന് ജീവശക്തി എന്ന് പറയുന്നു. ഈ ഊർജം കൊണ്ട് ജീവിക്കുന്ന നാം നമ്മുടേതല്ലാത്ത കഴിവ് കൊണ്ടുണ്ടാക്കിയ ഈ ശരീരത്തിന് നമ്മുടേതല്ലാത്ത കഴിവ് കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഈ പ്രാണനെ കാണാതെ, ഈ ശ്വാസത്തിനെ കാണാതെ, അതിനെ അറിയാതെ, ആസ്വദിക്കാതെ നാം നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അപകടകരമായ നിലയിലേക്ക് മനുഷ്യരാശി പോകുന്നത് എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ ഈ പുറത്തേക്ക് നാം തള്ളുന്ന ശ്വാസം, അതായത് ഉച്ഛ്വാസം, നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം, അതിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ആർത്തിയോടുകൂടി നമ്മുടെ ചുറ്റും നിൽക്കുന്ന വൃക്ഷലതാദികൾ, ഈ പ്ലാന്റ് കിങ്ഡം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഹാരം നിൻ്റെ കയ്യിലായിരിക്കുന്നത്, നീ ഇല്ലാതെ ഞാനില്ല എന്ന് പറയുന്ന സസ്യങ്ങൾ. ഇത് നമ്മളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് ഈ ചെടികൾ ആർത്തിയോടുകൂടി ഇതിനെ അബ്സോർവ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർ കുക്ക് ചെയ്ത് അവർ ഭക്ഷണം പാചകം ചെയ്ത് ഫലമായിട്ട് മൂലാദികളായിട്ട് നമുക്ക് തിരിച്ചു തരിക. ചെടികളല്ലാതെ മറ്റൊരു ജീവി വർഗത്തിനും ആഹാരം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇങ്ങനെ അമൂല്യമായി പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട് മാത്രം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആഹാരം കഴിച്ചിട്ട് അത് നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന്
നമ്മുടെ ശ്രമത്തിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്തിട്ട് ഈ സാധനത്തിന് നമ്മൾ സർക്കുലേഷനിലെല്ലാം വിട്ടിട്ട് ആ ആഹാരം വന്നിട്ട് ഈ സെല്ലുകളിൽ വന്ന് അടിഞ്ഞിരിക്കുമ്പോൾ വേറെ എന്തിനോ വേണ്ടി ഈ ആഹാരം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? ഈ പ്രാണവായു അവിടെ വരാനും ഒരു അപാരമായ യൂണിയൻ്റെ സാധ്യത അവിടെ ഒളിഞ്ഞിരിക്കുന്നു. എന്തിനാണ്? നമ്മളെ നിലനിർത്താനായിട്ട്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന വിസ്ഫോടനത്തിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ട് ജീവിക്കുന്ന നാം എങ്ങനെ കരുണാവാന അല്ലാതെ നാശം വിതയ്ക്കുന്ന ഒരു ജന്തുവായി മാറി എന്നത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം എല്ലാ വ്യക്തികൾക്കുണ്ട്. ഇതൊന്നും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഹാരഥന്മാരായ സന്യാസിവര്യന്മാരെ നമ്മൾ പുച്ഛിച്ച് തള്ളുന്നത് പോലെ ഇങ്ങനൊരു സംഘം നമ്മൾ കൂടിയിരുന്നിട്ട് നമ്മൾ ആരാണ്, എന്താണ് എന്നിലെ സ്നേഹം, എന്താണ് എൻ്റെ കാരുണ്യം, എന്താണ് എൻ്റെ ദയ, ദീനദയ എന്നൊന്നും അറിയാതെ വളരെ മരിച്ച ജഡം പോലെയുള്ളൊരു ജന്തുവായി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് പറയേണ്ടി വരും. അവിടെയാണ് സ്വാമിയുടെ പ്രസക്തി. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം എടുത്തിട്ട് സ്വസ്ഥമായി ഇരിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, അകത്തോട്ട് പോകുന്ന ശ്വാസം കാണുക, പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ടാകും, അത് കാണുക, പുറത്തേക്ക് പോകുന്ന ശ്വാസം എങ്ങോട്ടൊന്നും പോകുക, ഈ പ്രപഞ്ചത്തിൽ പറന്ന് നിറയുകയാണ്. അങ്ങനെ അത് കാണുക, പിന്നെയും ശ്വാസം അകത്തേക്ക് വരുന്നത് കാണുക. കുറച്ച് നേരം നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം റിലാക്സ്ഡാണ്. നിങ്ങൾ ജീവനിൽ തൊട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ശ്വാസഗതി സെറ്റിൽ ചെയ്യുക. ഇത് സ്കാറ്റേർഡായി കിടക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചലനത്തിൻ്റെയും ഓരോ വൈകാരിക തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്വാസത്തിന് ഒരുപാട് ഡിഫറൻറ്റ് വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് കേവല കുംഭകം എന്ന് പറയും. ഏതാണ്ട് അതിലേക്ക് അടുക്കുമ്പോൾ തിരിഞ്ഞൊന്ന് മനസ്സിലേക്ക് നോക്കുക. അടുത്ത സ്റ്റെപ്പ് മനസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മനസ്സിലെന്താ നടക്കുന്നതെന്ന്. മനസ്സിന് ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഉണ്ടാകുന്ന ചിന്തകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ അനലൈസ് ചെയ്യാൻ പോകരുത്, ഇതിൻ്റെ പേരിൽ ജഡ്ജ്മെൻ്റ് എടുക്കാൻ പോകരുത്. ജസ്റ്റ് കണ്ടുകൊണ്ടൊരു വിറ്റ്നസിനെ പോലെ ഇരിക്കണം. ഇതാണ് കീ പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ധ്യാനത്തിൽ ഒരിടവും എത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ മനസ്സിലേക്ക് നോക്കിയിട്ട് ചിന്തകൾ കാണുകയും ചിന്തയെ അനലൈസ് ചെയ്യുകയോ അതിൻ്റെ ബേസിസിൽ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ടുകൊണ്ടേയിരിക്കുക. വിറ്റ്നസിനെ പോലെ ഇരിക്കുക. ഭഗവാൻ സർവസാക്ഷിയാണ്. ഗുരുക്കന്മാരെല്ലാം സർവസാക്ഷിയായി നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു നമ്മളെ. അപ്പോൾ ആ മോഡിലോട്ട് വന്നിറങ്ങിയിട്ട് ഒരു വിറ്റ്നസിനെ പോലെ ഇരിക്കുമ്പോൾ ഈ വന്ന ചിന്തകൾ അവിടെ വന്ന് അതിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കുറേ കാണിച്ചിട്ട് അതൊരു കൊച്ചുകുട്ടിയെപ്പോലെ നമ്മുടെ അറ്റൻഷൻ പിടിക്കാനായി ശ്രമിച്ചിട്ട് ആ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടായ മെമ്മറിയിലേക്ക് തന്നെ അത് പോയി അവിടെ അറസ്റ്റ് ചെയ്യും. പല പ്രാവശ്യം ഇതിങ്ങനെ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഇതിന് മനസ്സിലാകും ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നതുകൊണ്ട് ഈ മനസ്സങ്ങ് സെറ്റിൽ ചെയ്യും. ഒരു നിരാനന്ദമായ ഒരു ശാശ്വതമായ ഒരു സമാധാനത്തിൻ്റെ ബേസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ സമാധാനത്തിൽ നിന്ന് അനുഭൂതമാകുന്ന അനുഭൂതിയാണ് പ്രേമം, സ്നേഹം, കാരുണ്യം, ദീനദയ. ഇതുണ്ടാകാത്തിടത്തോളം പോസ്റ്ററുകളിൽ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സംസാരിച്ച് അതിൻ്റെ പേരിൽ ആളായി എഴുതി നടക്കാമെന്നല്ലാതെ ഈ ഒരു പ്രയോജനവും ഈ ലോകത്തിനുണ്ടാകില്ല എന്ന് ദൃഢമായി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകാരികമായി സ്ട്രോങ് ആയിട്ട് ഇക്കാര്യം പറയുന്നത്. അധികം സമയമില്ല, ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മനസ്സ് നോക്കിയിരിക്കുക. കുറച്ച് നേരം മനസ്സ് നോക്കിയിരിക്കുമ്പോൾ ആ ശൂന്യത വരും. ആ ശൂന്യത വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഉള്ളിലേക്ക് നോക്കിയിട്ട് വാട്ട് ഈസ് ദർ ബിറ്റ്വീൻ ടു തോട്ട്സ് എന്ന് നോക്കണം. നിങ്ങളുടെ ചിന്തകൾ ഇടയ്ക്ക് എന്താണുള്ളത് എന്ന് നോക്കണം. ചിന്തകൾ ഇടയ്ക്ക് നോക്കുമ്പോൾ അതൊന്നുമില്ല, ഒരു ശൂന്യത മാത്രമാണ് ചിന്തകളുടെ ഇടയിലുള്ളത്. ആ ശൂന്യതയിലോട്ട് റെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഒറിജിൻ എവിടെ നിന്ന് വന്നോ, എവിടെ നിന്ന് ഉൽപ്പത്തിയായോ ആ ഉൽപ്പത്തിയിലേക്ക് ലയിക്കാൻ തുടങ്ങുക.
അവിടെയാണ് ഭഗവാൻ, അവിടെയാണ് ഇൻ്റലിജൻസ്, അവിടെ നിന്നാണ് എല്ലാം ഉൽപ്പത്തിയായത്, എല്ലാത്തിനെയും നിലനിർത്തുന്നത്, എല്ലാത്തിനെയും തിരിച്ച് വലിക്കുന്നത്. അത് കണ്ടുകൊണ്ടേയിരിക്കുന്ന സാക്ഷി മാത്രമായി നിങ്ങൾ മാറുന്ന സന്ദർഭത്തിൽ വരുന്ന അലൗകികമായ അനുഭൂതിയാണ് പ്രേമം. ആ പ്രേമസമ്പന്നനായി മാറുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെയും നിഗ്രഹിക്കാനോ ഒന്നിനെയും ഉപദ്രവിക്കാനോ എല്ലാത്തിനും വഴിമാറിക്കൊടുത്ത് സമാധാനമായി ഈ ലോകത്തിൻ്റെ ഒരുമിച്ച് ഒഴുകി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളും എത്തിച്ചേരും. ഇങ്ങനെ ഒഴുകി നിന്ന മഹാനുഭാവനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അത് മനസ്സിലാക്കിയിട്ട് ആ പൊരുൾ ഉൾക്കൊണ്ടിട്ട് അതിലേക്ക് നമ്മൾ ലയിച്ച് ആ ഗുരുവിൽ സമർപ്പിച്ച് ആ ടീച്ചിങ്സ് എല്ലാം ഇംബൈബ് ചെയ്ത് ഉള്ളിലേക്ക് നോക്കി സമാധാനത്തിലേക്ക് കടക്കാൻ, ഉള്ളിൽ ഉള്ള തോട്ടിൻ്റെ ഇടയിലുള്ള ശൂന്യത കണ്ട് ആ ശൂന്യതയെ ഫോക്കസ് ചെയ്ത് അവിടെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതി പ്രേമം. ആ പ്രേമമാണ് ഒന്നിക്കലിൻ്റെ അടിസ്ഥാനം. യോഗം എന്ന് പറയും. യോഗം മീൻസ് ഒന്നിക്കൽ, യൂണിയൻ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമമായ സത്തയിൽ നമ്മൾ ലയിച്ചു ചേരുന്നതിന്, ആ അനുഭൂതി അനുഭവിക്കുന്നതിനെ ആണ് നമ്മൾ കൈവല്യത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന മഹാനുഭാവന്മാരായ സർവ്വഗുരുക്കന്മാരുടെയും, പ്രത്യേകിച്ചും എൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ട് ഞാൻ വളർന്നു വന്ന ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പാദാർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.